മെയിനായിട്ട് നമ്മളെ തളിരില വരുന്ന ടൈമിലാണ് അതിലേക്ക് കീടശല്യം ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തളിരില തുടങ്ങുന്ന ആ ഒരു ടൈമിന് മുന്നോടിയായിട്ട് നമ്മൾ സൂഡോമോണസ് വൈകുന്നേരങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു 3 ദിവസം ഗ്യാപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു തണുപ്പ് തുടങ്ങുന്ന വെച്ചാൽ ക്ലൈമറ്റ് വെതർ ചേഞ്ച് വരുന്ന ഒരു സമയത്ത് ഇതേപോലെ ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്ത് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, പലരും ചോദിക്കുന്നത് നമ്മളിപ്പോൾ ചെടികളിൽ കുമിൾ രോഗം, ഫംഗൽ ഇൻഫെക്ഷൻ, പോള രോഗം ഇതൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ഫംഗിസൈഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ജൈവ രൂപത്തിലാണെങ്കിൽ നമ്മൾ സ്യൂഡോമോണസ് കൊടുക്കും, അല്ലെങ്കിൽ രാസരൂപത്തിലെ സാഫൊക്കെ കൊടുക്കും. അപ്പോൾ പലരും ചോദിക്കുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, ഒരേ ഗുണങ്ങൾ തന്നെയാണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്യൂഡോമോണസ് എക്സ്പയറി കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റു നമ്മൾ വേപ്പണ മിശ്രിതം സ്പ്രേ ചെയ്താൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് സ്യൂഡോമോണസ് കൊടുക്കണം, രാസവളം സ്പ്രേ ചെയ്താൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ രോഗങ്ങളും അയച്ചാൽ നമ്മളെ ചെടികളിൽ വരുന്ന കുമിൾ രോഗം, ഫംഗൽ ഇൻഫെക്ഷന്, പോള രോഗം, അങ്ങനത്തെ വാട്ട രോഗം, ദ്രുതവാട്ടം, ഇങ്ങനത്തെ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് എന്ന് പറഞ്ഞത് കേട്ടോ. അത് നമ്മളെ അന്തരീക്ഷത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന, മണ്ണിലും അന്തരീക്ഷത്തിലൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു ബാക്ടീരിയ ആണ്. വെച്ചാൽ കൃഷിക്ക് വളരെ അധികം ഗുണം ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് ഈ സ്യൂഡോമോണസ്. അപ്പോൾ ഇത് നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ അയച്ചാൽ കുമിൾ രോഗത്തിന് മാത്രമായിട്ടല്ല നമ്മൾ കൊടുക്കുക. ഇപ്പോൾ തളിരില വരുമ്പോൾ ഇങ്ങനെ കരിഞ്ഞ് വരുമ്പോൾ നമ്മൾ പറയാം കുമിൾ രോഗമാണ്, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്യൂഡോമോണസ് കൊടുക്കാനൊക്കെ പറയും. അപ്പോൾ സാഫു നമ്മൾ അതേപോലെ കൊടുക്കുന്നത്, സാഫിനെ പറ്റി ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് മാത്രം വെച്ചാൽ ഈ രോഗങ്ങളെ തടുക്കാൻ മാത്രമല്ല, നമ്മളെ സർവ്വ രോഗങ്ങളെ തടുക്കാനുള്ള ശേഷി ഈ സ്യൂഡോമോണസ് ബാക്ടീരിയയൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ചെടികൾ ആ ഒരു ടൈമിൽ ചെടികൾ നല്ല രീതിയിൽ സ്ട്രെസ്സിലായിരിക്കും, ചെടികൾ വാട്ടത്തിലേക്ക് പോയിരിക്കും, വേരുകൾക്ക് വളം വലിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊന്നും വേരുകൾ വലിച്ചെടുക്കാൻ പാകത്തിലായിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ മണ്ണിൽ സൂക്ഷ്മ ജീവാണുക്കളും അതേപോലെ എൻസൈമുകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് സ്യൂഡോമോണസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ടോണിക് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് എൻസൈമുകളുടെയും അതേപോലെ ഹോർമോണുകളുടെയും പ്രവർത്തനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ സൂക്ഷ്മ ജീവാണുക്കൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്യൂഡോമോണസ് കൊടുക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ ഒരു ഫംഗിസൈഡ് ആയിട്ട് മാത്രമായിട്ടല്ല കൊടുക്കുക. കാരണം നമ്മൾ മണ്ണിലൂടെ വരുന്ന കീടങ്ങളും ബാക്ടീരിയകളും ഇതിനൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, ഇതൊരു ടോണിക് ആയിട്ടും കൂടിയാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെടി വാട്ടത്തിലേക്ക് വരിക എന്ന് കണ്ടാലൊക്കെ നമ്മൾ സ്യൂഡോമോണസ് കലക്കി ഒഴിച്ച് കൊടുക്കുക, അല്ല ഇലകളിൽ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളെ മണ്ണിൽ അപ്പോൾ ഈർപ്പമാണ്. ഈർപ്പമില്ലാത്ത മണ്ണിൽ നമ്മൾ സ്യൂഡോമോണസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ബാക്ടീരിയക്ക് തന്നെ അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ നമ്മൾ നല്ല വെയിലുള്ള സമയത്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മണ്ണിൽ നമ്മൾ കറക്റ്റ് പൊതട്ട് കൊടുത്തിട്ട് നനച്ച് കൊടുക്കുക. അപ്പം മാത്രമേ അതിൻ്റെ കറക്റ്റ് ഗുണം കിട്ടുള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷെ നമ്മൾ കൊടുത്തു പോരുമ്പോൾ തന്നെ ആ ബാക്ടീരിയ ചത്തു പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ സ്യൂഡോമോണസ് നമ്മൾ ഇലകൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ അല്ല പകലോ ചെയ്ത് കൊടുത്താലും അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. കാരണം ആ ബാക്ടീരിയ വെയിലടിക്കുമ്പോൾ തന്നെ ചത്തുപോകും. അപ്പോൾ ഇനി നമ്മൾ സാഫിലേക്ക് വന്നാൽ പലരും ചോദിക്കുന്നല്ലോ ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, ഒരേ ഗുണം തന്നെയാണ്, അപ്പോൾ ഇതിൽ ഏതൊന്നും കൊടുത്താൽ പോരെ എന്നുള്ളത്. സാഫ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമിക് ഫംഗിസൈഡാണ്, അതേപോലെ തന്നെ കോണ്ടാക്ട് ഫംഗിസൈഡും കൂടിയാണ് കേട്ടോ സാഫ്. അപ്പോൾ ഈ കോണ്ടാക്ട് ഫംഗിസൈഡ് എന്താണ്, സിസ്റ്റമിക് ഫംഗിസൈഡ് എന്താണെന്ന് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ തന്നെ കുമിൾ രോഗങ്ങൾ, ഫംഗൽ ഇൻഫെക്ഷന്, അതേപോലെ തന്നെ നമ്മളെ ഈ പോള രോഗം, ഇങ്ങനത്തെ ഒക്കെ രോഗങ്ങൾക്കൊക്കെ നമുക്ക് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഇതൊക്കെ മുൻകരുതലായിട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. നിലവിൽ അവിടെ ഉണ്ടെങ്കിൽ ഫംഗസ് ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാനേ പറ്റുള്ളൂ. പക്ഷെ അതിൽ വന്ന വ്രണമായിട്ട് കിടക്കുന്നതൊന്നും നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഇതൊക്കെ മുൻകരുതലായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ സാഫ് അങ്ങനെ നമ്മൾ ഫംഗിസൈഡ് ആയിട്ട് നമ്മൾ കൊടുക്കുക, സാഫും മണ്ണിലും കൊടുക്കുക. പക്ഷേ രാസവളം മണ്ണിൽ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രമേ സാഫ് മണ്ണിൽ കൊടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം ജൈവ രൂപത്തിൽ മാത്രം കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ സാഫ് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിലെ എല്ലാ ജൈവ ഗുണവും നശിച്ചു പോകും. അയച്ചാൽ മണ്ണിലെ ജൈവാംശം, സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകും. അപ്പോൾ രാസരൂപത്തിൽ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇലകളിൽ മാത്രമാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സാഫും അതേപോലെ സ്യൂഡോമോണസും ഒന്ന് തന്നെയാണോ എന്ന് വെച്ചാൽ ഒന്നല്ല, രണ്ടും പ്രവർത്തിക്കുന്ന വെച്ചാൽ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടി, ഫംഗസുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും രണ്ടിൻ്റെ പ്രവർത്തന രീതികൾ വളരെ വ്യത്യാസപ്പെട്ടതാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഗുണമെന്ന് തോന്നുന്ന ജൈവ രൂപത്തിലുള്ള
സൂഡോമോണസ് കൊടുക്കുന്നതിലൂടെ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാ ഫംഗസുകളും അതേപോലെ ബാക്ടീരിയകളും ഒക്കെ നശിപ്പിക്കാൻ ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അത് ടോണിക്കായിട്ടും നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ചില കൃഷിയിൽ വളരെയധികം കർഷകൻ്റെ മിത്രം എന്നാണ് സൂഡോമോണസിന് തന്നെ പറയാം. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മറ്റേ നമ്മൾ ഫംഗിസൈഡ് ആയിട്ട് മാത്രം കൊടുക്കുക എന്നുണ്ടെങ്കിൽ സാഫ് നമുക്ക് കൊടുക്കാം. പിന്നെ ഏത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ മുൻകരുതലായിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതൊക്കെ സിമ്പിളാണ്. അപ്പോൾ പലരും ചോദിക്കും എങ്ങനെയാണ് നമ്മൾ മുൻകരുതലായിട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ദിവസം ചെയ്ത് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് നമ്മളെ തളിരില വരുന്ന ടൈമിലാണ് അതിലേക്ക് കീടശല്യം ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തളിരില തുടങ്ങുന്ന ആ ഒരു ടൈമിന് മുന്നോടിയായിട്ട് നമ്മൾ സൂഡോമോണസ് വൈകുന്നേരങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതൊരു 3 ദിവസം ഗ്യാപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു തണുപ്പ് തുടങ്ങുന്ന വെച്ചാൽ ക്ലൈമറ്റ് വെതർ ചേഞ്ച് വരുന്ന ഒരു സമയത്ത് ഇതേപോലെ കുമിൾ രോഗങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ചെടികളിൽ കാണാം. വെച്ചാൽ ഒന്നെങ്കിൽ മഴ മാറിയിട്ട് ചൂടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ തണുപ്പ് മാറിയിട്ട് ചൂടിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ടൈമിലൊക്കെ നല്ല രീതിയിൽ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ മുൻകരുതലായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് പോയിച്ചാൽ അതിൻ്റെ കറക്റ്റ് ഗുണം നമുക്ക് കിട്ടും. പിന്നെ സൂഡോമോണസ് നമ്മൾ മണ്ണിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ മാസത്തിലൊരിക്കൽ മിനിമം മാസത്തിലൊരിക്കലെങ്കിലും നമ്മളൊന്ന് മണ്ണിൽ കലക്കി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇലകളിൽ നമ്മളൊരു 10 ദിവസത്തിൻ്റെ ഒരിക്കലെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ കൊടുക്കേണ്ടത് വൈകുന്നേരങ്ങളിലാണ്. ഇനി പലരും ചോദിച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ വേപ്പെണ്ണ മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്താൽ എത്ര ദിവസം ഗ്യാപ്പിടണം, രാസവളം നമ്മൾ സ്പ്രേ ചെയ്താൽ എത്ര ദിവസം ഗ്യാപ്പിടണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി രാസവളം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്തൊരു 3 ദിവസമൊക്കെ ഇപ്പോൾ കീടനാശിനിയൊക്കെ എന്തെങ്കിലും എഫക്റ്റ് അതിൻ്റെ മേലെ ഉണ്ടെങ്കിൽ ഒരു 3 ദിവസമൊക്കെയാണ്. അപ്പോൾ ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്താലും നമ്മളിത് 2 ദിവസം നിൽക്കേണ്ട. കാരണം പിറ്റേന്ന് വെയിലൊരിക്കുമ്പോൾ തന്നെ ഈ സൂഡോമോണസ് ബാക്ടീരിയ ചത്തുപോകും. പിന്നെ നമ്മൾ ശർക്കര ആഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇലകളുടെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഈ സൂഡോമോണസ് ബാക്ടീരിയ നിലനിൽക്കും. അത് ഒരു ദിവസത്തിൽ കൂടുതലായിട്ട് നിലനിൽക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ സൂഡോമോണസോ അല്ലെങ്കിൽ ബുവേറിയ അങ്ങനെയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക വെച്ചാൽ അതിലേക്ക് ലേശം ഇപ്പോൾ 20 ഗ്രാം എടുക്കണമെന്നുണ്ടെങ്കിൽ 20 ഗ്രാം ശർക്കരയും കൂടി പൊടിച്ച ലായനി ആഡ് ചെയ്തിട്ട് നമ്മൾ ഇലകളുടെ അടിഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വെച്ചാൽ ഈ ലായനിൻ്റെ കോട്ടിങ്ങിലായിട്ട് ഈ ബാക്ടീരിയ ഇലകളുടെ അടിഭാഗത്തായിട്ട് പറ്റി പിടിച്ച് കൊടുക്കുക. അപ്പോൾ വെയിലടിക്കുന്ന ടൈമിൽ വേണമെങ്കിൽ ആ ബാക്ടീരിയ ചാവൂല. അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ദിവസം നമുക്ക് നിലനിൽക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇനി വേപ്പർ മിശ്രിതം വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കൊടുത്താൽ മതി. പിന്നെ മണ്ണിൽ കൊടുക്കുന്നത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു. അപ്പോൾ പലരും ഡൗട്ട് ചോദിച്ചാണ് ട്രൈക്കോഡർമ കൊടുത്താൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കല്ലേ സൂഡോമോണസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ സൂഡോമോണസ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫംഗസിൻ്റെ കൂടെ മറ്റൊരു ബാക്ടീരിയൻ്റെ കൂടെ ഇത് പ്രവർത്തിക്കില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരേ സമയത്ത് കൊടുത്തതുകൊണ്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ മണ്ണിൽ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മറ്റു സൂക്ഷ്മ ജീവാണു വളങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ നമ്മളിപ്പോൾ WDC കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ജൈവ സ്ലറികൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ട്രൈക്കോഡർമ, വാം ഇതൊക്കെ നമ്മൾ മണ്ണിൽ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ സൂഡോമോണസ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ 15 ദിവസത്തെ ഗ്യാപ്പ് ഇടുന്നതാണ് നല്ലത്. അതെന്താ വെച്ചാൽ അതിൻ്റെ സൂഡോമോണസിനെ കറക്റ്റ് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വളത്തിനാണ് പ്രാധാന്യം എന്നുണ്ട്. ഇപ്പോൾ ചിലർ പറയും ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്, ചെടിക്ക് പോഷകം കിട്ടാതെ, അപ്പോൾ ഞാൻ സൂഡോമോണസ് കൊടുത്തിക്കണം, ഇനിയിപ്പോൾ 15 ദിവസം കഴിയേണ്ട വളം കൊടുക്കുക. അപ്പോൾ അവിടെ പ്രാധാന്യം വളത്തിനാണ്. കാരണം സൂഡോമോണസ് ഒരു വളമായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ സൂഡോമോണസ് നമ്മൾ മാറ്റിയേക്കുക, അത് നോക്കണ്ട, നിങ്ങൾ വളം അങ്ങോട്ട് കൊടുക്കുക. കാരണം അതിന് ദോഷങ്ങളൊന്നും വരില്ല. പക്ഷേ സൂഡോമോണസ് കൊടുത്ത പിറ്റേന്ന് വളം കൊടുത്തിട്ട് ദോഷങ്ങളൊന്നും വരില്ല. പക്ഷേ സൂഡോമോണസിൻ്റെ ഗുണം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അല്ലാതെ പലരും ചോദിക്കുന്നതിനോടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം സൂഡോമോണസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് വളം വേണമെങ്കിലും നമുക്ക് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഗുണം കിട്ടണമെന്നുണ്ട് ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ സൂഡോമോണസും സാഫും രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കട്ടെ എന്നൊക്കെ പലരും ചോദിക്കുന്നു. അത് ചിന്തിച്ചാൽ തന്നെ മതി. അങ്ങനെ കൊടുത്താൽ യാതൊരുവിധ ഗുണം കിട്ടും. കാരണം ഈ ബാക്ടീരിയ എപ്പോഴോ ചത്തുപോകും. ഇനിയിപ്പോൾ സാഫ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എത്ര ദിവസത്തെ ഗ്യാപ്പിൽ കൊടുക്കണം എന്നൊക്കെ പലരും ചോദിക്കുന്നു. നമ്മളൊരു മുൻകരുതൽ എന്നുള്ള രൂപത്തിൽ ഒരു 2 ഗ്രാം സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഇനി രാസവളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻസെക്ടിസൈഡ് ഏതെങ്കിലും ഒരു 2 ml കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ പലർക്കുള്ള സംശയമാണ് സാഫ് കീടങ്ങളെ കൊല്ലാൻ, കീടശല്യം വന്നാലും സാഫ് തന്നെ സ്പ്രേ ചെയ്തിട്ട് ഗുണം കിട്ടും. സാഫ് കീടങ്ങളെ കൊല്ലാൻ വിലങ്ങനെ എഫക്റ്റ് അല്ല കേട്ടോ. കാരണം ഫംഗസ് കീടങ്ങളെ ലാർവകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ശേഷിയുണ്ട്. മറ്റേ മെയിനായിട്ട് ഫംഗസ് ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കാനുള്ള ശേഷി മാത്രമേ സാഫിനുള്ളൂ. കീടങ്ങളെ കൊല്ലാൻ നമ്മൾ ഒന്നെങ്കിൽ ഇൻസെക്ടിസൈഡോ, രാസത്തിലാണെങ്കിൽ ഇൻസെക്ടിസൈഡ് ഏതെങ്കിലും കമ്പനി നമ്മൾ വാങ്ങണം. ജൈവ രൂപത്തിലാച്ചാൽ മുൻകരുതൽ എന്നുള്ള രൂപത്തിൽ നമ്മൾ വേപ്പണ മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കീട ലാർവ വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റാൻ ബുവേറിയ അല്ലെങ്കിൽ അതേപോലെ വെർട്ടിസീലിയോ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അത് ഒരു പ്രാവശ്യം ചെയ്താൽ മാത്രം കിട്ടില്ല. ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പോന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഗുണം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ട്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ഞാനിപ്പോൾ ഒരാഴ്ചൻ്റെ അടുത്തായിട്ട് ഞാൻ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല, സുഖമില്ലായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്, കറക്റ്റ് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്തത്. പല വീഡിയോയിലായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂഡോമോണസിനെ കുറിച്ചിട്ട് 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, സാഫിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഡൗട്ടുകൾ മാത്രം ക്ലിയർ ചെയ്യാനാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. താങ്ക്